അതെ ഡോക്ടറെ, ഞങ്ങൾ ഈ 90s കിഡ്സ് പിള്ളേരുണ്ടല്ലോ, ഇനി അങ്ങോട്ട് 30s കടക്കേണ്ട ഒരു സമയമാണ്, അഡൾട്ട്ഹുഡായി. അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയും ഇനി കുനിഞ്ഞാൽ നിവരാൻ വയ്യ, കിടന്നാൽ എണീക്കാൻ പ്രയാസം. ശരിക്കും അങ്ങനെ ഇനി അങ്ങോട്ട് ഒരു ബോൺ ഡിസോർഡേഴ്സിന്റെ ഒക്കെ ഒരു കാലമാണോ? പേടിക്കേണ്ടതായിട്ടുണ്ടോ അങ്ങനെ? സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ കുറച്ചൊന്ന് കോഷ്യസ് ആവേണ്ട കാര്യങ്ങളുണ്ട്. ഒരു കൺസെപ്റ്റിനെ കുറിച്ച് പറയാം. പീക്ക് ബോൺ മാസ് എന്ന് വെച്ചാൽ ബോണിൻ്റെ ഏറ്റവും നല്ല അവസ്ഥ ഉണ്ടാവുക അത് ഈ 30 എത്തുന്നത് വരെയാണ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ വളർന്ന് 30 വരെ എത്തുന്നതാണ്. 30 കഴിയുമ്പോൾ അതിന് കുറച്ചൊരു ഡിറ്റീരിയേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബോൺ എന്ന് പറയുന്നത് ഒരു സെൽഫ് ഇവോൾവിങ്, സെൽഫ് റിക്കവറിങ് മെഷീനറിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ സെല്ലുകൾ എടുക്കുന്നു, പുതിയ സെല്ലുകൾ ഇടുന്നു. അപ്പോൾ അത് 30 വരെ ഏറ്റവും നല്ലപോലെ പെർഫോം ചെയ്യും. ആ 30 കഴിയുമ്പോഴത്തേക്ക് ആ പുതിയ സെല്ല് ലേ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇല്ലേ, അതൊരു ആക്റ്റീവ് പ്രോസസ്സ്. അത് പല കാരണങ്ങൾ കൊണ്ട് കുറച്ചൊന്ന് തയങ്ങാൻ സാധ്യതയുണ്ട്. നമ്മുടെ വണ്ടി കുറേ കാലം യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തുള്ള റിപ്പയർ മെക്കാനിസം ഒക്കെ വരില്ലേ, അതേപോലത്തെ ഒരു സംഭവം. അങ്ങനെ വരുന്ന കാരണമായിട്ട് ബോണിൻ്റെ ആരോഗ്യം കുറയാനും അതുമൂലം കുറച്ച് പെട്ടെന്ന് ഫ്രാക്ചേഴ്സ് വരാനോ അല്ലെങ്കിൽ പെട്ടെന്ന് വേദനകൾ, ബോണിൽ സ്ട്രെസ്സ് വരുമ്പോൾ വേദന വരാനോ ഉള്ള കണ്ടീഷൻസൊക്കെ വരാം. അതിനെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക, നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ മോഡിഫൈ ചെയ്യുക, നമ്മുടെ ഡയറ്റിനെ മോഡിഫൈ ചെയ്യുക. ഇതെല്ലാം കൊണ്ട് നമുക്കൊരു പരിധി വരെ നമുക്ക് അതിനെ തടുത്ത് കൊണ്ടുപോകാൻ പറ്റും. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഡിസോർഡേഴ്സ് ഒക്കെ എന്തൊക്കെയായിരിക്കും നമുക്ക് ഈ പ്രായത്തിലേക്ക് കടക്കുമ്പോൾ? ഒരു നോർമൽ ഹെൽത്തി അഡൽട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറഞ്ഞത് തന്നെ ഈ ബോണിൻ്റെ യൂഷ്വൽ ഫങ്ഷനിങ് ഒന്ന് കുറയും. അപ്പോൾ എന്ത് പറ്റും, ആ ബോണിൽ യൂഷ്വലി ഉണ്ടാകുന്ന പുതിയ സെൽസ് ലേ ചെയ്ത് ബോണെന്ന് വെച്ചാൽ യൂഷ്വലി നമുക്കൊരു കമ്പയർ ചെയ്യാം. ഓക്കെ, ഒരു ഈട്ടി തടി പോലെ അതിൻ്റെ ഉള്ളു നല്ലപോലെ ഉണ്ടാകും. ചിലപ്പോൾ ഇത് നമ്മൾ ഈ ഫങ്ഷനാലിറ്റി കുറയുമ്പോഴത്തേക്ക് ഈ പ്രോസസ്സ് മാറുകയല്ലേ, ഇപ്പോൾ പുതിയ സെൽസ് ലേ ചെയ്യുന്നത് കുറയുകയാണ്. അപ്പോൾ ബോണിൻ്റെ വീക്ക്നെസ് കുറച്ച് വേണം, ഉള്ളു കുറച്ച് കുറയും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ആ ബോണിലാണല്ലോ ഫുള്ള് ഇരിക്കുകയും എല്ലാം ചെയ്യുന്നത്. ബോണിൽ സ്ട്രെയിൻ കൂടുമ്പോഴത്തേക്ക് വേദനകൾ, അതിന് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ പെയിൻ ഉണ്ടാവാം. പിന്നെ എന്തെങ്കിലും ഒരു സാധാരണ ഒരു 20 വയസ്സുകാരൻ വീഴുന്ന അതേ ഇതിനകത്തൊരു 40 വയസ്സുകാരൻ വീഴുമ്പോൾ ചിലപ്പോൾ അതേ ഇമ്പാക്റ്റിൽ അതേ പൊസിഷനിൽ വീഴുമ്പോൾ ചിലപ്പോൾ 40 വയസ്സുകാരന് പൊട്ടാം, 20 വയസ്സുകാരന് ചെറിയൊരു ചതവേ ഉണ്ടാകാൻ സാധിക്കും. അങ്ങനത്തെ കുറേ കണ്ടീഷൻസ്, അങ്ങനത്തെ കുറേ ഇത് വരാൻ പറ്റും. പിന്നെ ഡിഫക്റ്റുകൾ ഈ പ്രായത്തിൽ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് വരാവുന്ന ഡിഫക്ട്സ്. പിന്നെ ബാക്കിയുള്ള ഡിഫക്ട്സ് എന്ന് വെച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വരണമെങ്കിൽ അത് ചെറുപ്പം മുതലേ ഉണ്ടാകും. ഓരോ പ്രായ ലിമിറ്റ്സിൽ അല്ല ഏജ് ഗ്രൂപ്പ്സിൽ ഓരോ ഡിഫക്ട്സുകളുണ്ട്. അത് എന്താണ് എന്നുള്ളത് നമുക്ക് അതിനെക്കുറിച്ച് ആ ഡിഫക്റ്റ് വരുമ്പോഴേ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിച്ചു പോകും. 30 കഴിയുമ്പോൾ ഒരു ഡിഫക്റ്റ് ഉണ്ടാവും, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. പക്ഷേ ബോൺ വീക്കാവും, ബോണിന് കണ്ടീഷൻസ്, അങ്ങനത്തെ കണ്ടീഷൻസ് വരാം. എൻ്റെ ഗ്രാൻഡ് പേരൻറ്റിന് ഒരാൾക്ക് ആർത്രൈറ്റിസ് ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ജനറ്റിക്സ് ഒക്കെ ശരിക്കും നമ്മളെ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയില്ലേ? എന്തൊക്കെയായിരിക്കും ഒരു പ്രൈമറി കോസസ് എന്ന് പറയാനായിട്ട്? ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ജോയിൻറ്റിൻ്റെ തേയ്മാനമാണ്. അതൊരു ഫിസിയോളജിക്കൽ ഫിനോമിനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തായാലും നടക്കും. നമ്മൾ വെയർ ആൻഡ് ടയറിൽ നടക്കുന്നതാണ്. നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ച്, നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് തേഞ്ഞു പോയേ പറ്റൂ. അത് തേഞ്ഞു പോവും. പക്ഷെ അത് എത്രത്തോളം നമുക്ക് തടുക്കാൻ പറ്റും, നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമുക്ക് അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അതിനെ എത്രത്തോളം ദൂരത്തേക്ക് മാറ്റി നിർത്താം, വരും. പക്ഷെ അത് എത്ര കഴിഞ്ഞിട്ടാണ് വരുന്നതെന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ജനറ്റിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറ്റിക്കിനേക്കാളും കൂടുതൽ ഇറ്റ് ഈസ് എ റിയാലിറ്റി. അതുണ്ടാവും. പക്ഷെ അതിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ എത്രത്തോളം പിന്നെ ആക്കാം. പിന്നെ ഈ ജനറ്റിക്സിലൂടെ വരുന്ന ആർത്രൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ സാർക്കോയിഡോസിസ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സോറിയാസിസ്, അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ആ കണ്ടീഷൻസിലൊക്കെ വരുന്ന സിക്കിൾ സെൽ അനീമിയ എന്ന് വെച്ചാൽ ഇതൊക്കെ ജനറ്റിക് ഡിസോർഡേഴ്സാണ്, ജനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ഡിസോർഡേഴ്സാണ്. അത് ആ ജീൻ പൂൾ ഉള്ള ആൾക്കാർക്ക് വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ആ കണ്ടീഷൻ വരുന്നതിനകത്ത് കുറച്ചും കൂടി അഗ്രസീവായി, കുറച്ചും കൂടി നേരത്തെ വരാം, കുറച്ചും കൂടി അഗ്രസീവായിട്ട് വരും. ഈ വെയർ ആൻഡ് ടയറിനേക്കാളും നേരത്തെ, അതിനേക്കാളും കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി അഗ്രസീവായി, കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ട് ഇത് വരാൻ സാധ്യതയുണ്ട്. സോ ജനറ്റിക്സ് പ്ലേസ് എ റോൾ. ബട്ട് വിച്ച് ആർത്രൈറ്റിസ്, എന്ത് ആർത്രൈറ്റിസ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഡിപ്പെൻഡ്സ്. അതിനെ ഡിപ്പെൻഡ് ചെയ്യും ജനറ്റിക്സിൻ്റെ റോൾ. How does osteoporosis differ from osteoarthritis? ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്, ലൈക്ക് ഐ സെഡ്, ബോൺ നമുക്ക് ഒരു ഐഡിയ എടുക്കാം. ഈട്ടി തടി, തേക്ക് അല്ലെങ്കിൽ ഈട്ടി തടി, അതിന് ഉള്ളുണ്ട് അല്ലേ, നല്ല കട്ടിക്കുള്ള ഉള്ളുണ്ട്.
ബോണിന് അങ്ങനെ ഒരു കണ്ടീഷൻ എടുക്കാം. നോർമൽ ബോൺ അതേപോലെയാണെന്ന് വിചാരിക്കുക. പ്ലൈവുഡ് പല കഷ്ണങ്ങൾ വെച്ചിട്ടുണ്ടാക്കി വെച്ച ഒരു പോറസ് വുഡാണ്. അതിനകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ അത് പിരിക്കുകയൊക്കെ ചെയ്യും. അതിനാണ് ഓസ്റ്റിയോപോറോസിസ്. എല്ല് പോറസ് ആകുന്നു. അപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ, പ്രായം കൂടുന്നതനുസരിച്ച് ആ ഒരു മെഷീനറി ഫങ്ഷനാലിറ്റി കുറയും, പുതിയ സെൽസ് ലേ ചെയ്യാൻ ഒരു തയക്കം ഉണ്ടാകും. പക്ഷേ ആ പഴയ യൂസ്ഡ് ആയ സെൽസിനെ എടുത്തുകൊണ്ട് പോകുന്ന ആ ഗാർബേജ് ട്രക്ക് മെക്കാനിസം അത് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് പറ്റും? പുതിയ സെൽസ് ഇല്ലതാനും പഴയ സെൽസിനെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അത്രയും ഗ്യാപ്പ് വരികയല്ലേ. അങ്ങനെ ഗ്യാപ്പ് വരുമ്പോൾ ആ ബോണിൻ്റെ ഉള്ളു കുറയും, അതിന് തിക്നെസ്, അതിൻ്റെ കട്ടി കുറയും, ഷേപ്പ് ഉണ്ടാവും, അതിനകത്ത് പോറോസിറ്റി ആയിരിക്കും, സ്പഞ്ച് പോലെയായിരിക്കും. അപ്പോൾ അതിൻ്റെ വീക്ക്നെസ് കൂടും. അതിനാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. എന്നാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ആർത്രോ എന്ന് പറയുന്നത് ജോയിൻറ്റിനെയാണ്. ജോയിൻറ്റ് തേഞ്ഞ് അതിൻ്റെ കാർട്ടിലേജ്, ജോയിൻറ്റിനും തമ്മിൽ എല്ലും തമ്മിൽ ഉരയാതിരിക്കാൻ വേണ്ടി ഒരു കാർട്ടിലേജ് ഉണ്ട്. ആ കാർട്ടിലേജ് തേഞ്ഞ് പോയി എല്ലും തമ്മിൽ ഉരഞ്ഞ് വേദനയുണ്ടായി ഡീഫോമിറ്റി ഉണ്ടാകുന്ന ആ കണ്ടീഷനാണ്. ജോയിൻറ്റിനെ മാത്രം എഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ശരീരത്തിലുള്ള എല്ലാ എല്ലുകളെയും ബാധിക്കുന്ന ഒരു സംഭവമാണ് ഓസ്റ്റിയോപോറോസിസ്. എൻ്റെ അമ്മയൊക്കെ പറയുമായിരുന്നു, നമ്മൾ വൈറ്റമിൻ ഡി ടാബ്ലറ്റ്സ് എടുക്കണം, സപ്ലിമെന്റ്സ് എടുക്കണം, omega-3 എടുക്കണം, എന്നാലേ നല്ല സ്ട്രോങ് മസിൽസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇസ് ദാറ്റ് റിയലി നെസസറി? അങ്ങനെയൊക്കെ ഉണ്ടോ? Like it says, ഡെയിലി ബേസിസിൽ നമ്മൾ അങ്ങനെ I understand. Like it says, supplements നമ്മുടെ ആഹാരത്തിൻ്റെ കൂടെ വരുന്ന അല്ലെങ്കിൽ ഓഗ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട ഒരു കാര്യങ്ങളാണ്. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ പ്രോസസ്സും, എല്ലിനെ മാത്രമല്ല, ഒരു 30-40 കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ പ്രോസസ്സിനും ഒരു ക്ഷീണം സംഭവിച്ചു. എല്ലാം നമ്മുടെ ആഹാരം കഴിച്ച് കഴിയുമ്പോൾ ആ ഫുഡിൽ നിന്ന് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുക, അതിനെ പ്രോസസ്സ് ചെയ്യുക. ഒരു റോ മെറ്റീരിയൽ നമുക്ക് തരുന്നു. ആ റോ മെറ്റീരിയലിനെ മെരുക്കി എടുത്ത് ആവശ്യമുള്ളത് ശരീരം ഇത് ചെയ്യണം. ശരീരം ആകെ മൊത്തം വിയർ ആൻഡ് ടയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ആ ഫങ്ഷനാലിറ്റിയൊക്കെ കുറയും. അപ്പോൾ സ്ട്രെയിൻ കൂടും, ശരീരത്തിന് എനർജി എക്സ്പെൻഡിച്ചർ കൂടും. അതിനെ കുറയ്ക്കാൻ അല്ലെങ്കിൽ അതിനെ സഹായിക്കാൻ വേണ്ടി എളുപ്പമുള്ള വഴിയല്ലേ ആഹാരം കുറയ്ക്കുക, സപ്ലിമെൻറ്റ്സ് കഴിക്കുക. നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ആ ഒരു സാധനം ഒരു പില്ലിൽ തരും. അപ്പോൾ അതിനകത്ത് കൂടുതൽ പ്രോസസ്സിംഗ് ഒന്നും നടക്കുന്നില്ല, നേരെ നമുക്ക് ആ വേണ്ട ആവശ്യമുള്ള സാധനം കഴിക്കും. സോ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ്. ബട്ട് നമ്മളല്ല നമ്മളുടെ എനർജി ലെവൽ അല്ലെങ്കിൽ നമ്മുടെ ന്യൂട്രിയൻ ലെവൽസ് അറിയുന്നത്, നമുക്കറിയില്ല. ഇപ്പോൾ ഒരു ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസോ എല്ലാം ചെയ്ത് ഒരു കൺസൾട്ടൻറ്റ് നോക്കി അതിനെ കൂടണോ കുറയ്ക്കണോ, അതിൻ്റെ കറക്റ്റാണോ എന്നൊക്കെ ലെറ്റ് ഹിം ഡിസൈഡ് ആൻഡ് ദെൻ ഹി വിൽ അഡ്വൈസ് യു അത് എത്ര കഴിക്കണം, എത്ര കൂടുതൽ കഴിക്കണം. ഇപ്പോൾ സപ്ലിമെൻറ്റ്സ് എടുക്കാം, പക്ഷെ അത് എടുക്കുന്നത് ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ്റെ ബലത്തിലാവും അല്ലെങ്കിൽ അതിൻ്റെ സഹായത്തിലൂടെ ആവുന്ന ഏറ്റവും നല്ലത്. ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് സപ്ലിമെൻറ്റ്സ്. താങ്ക് യു. യു വെൽക്കം.